കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫിനെ തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. മലബാറിൽ ജോസഫ് ഗ്രൂപ്പിന് നൽകിയ ഏക സീറ്റാണ് തൃക്കരിപ്പൂർ. സീറ്റ് വെച്ചുമാറുന്ന കാര്യം പരിഗണനയിലാണ് എന്നും ജോസഫ് വിഭാഗം പറയുന്നുണ്ട്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? പക്ഷേ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ മലബാറിൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുന്ന ഏക സീറ്റാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിലേത്. നിലവിൽ CPM-ൻ്റെ കുത്തക സീറ്റായി അറിയപ്പെടുന്ന തൃക്കരിപ്പൂരിൽ ഇത്തവണയും ജോസഫ് വിഭാഗത്തിന് തന്നെ വേണം എന്നാണ് കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റായ ജെറ്റോ ജോസഫിനെ സ്ഥാനാർത്ഥിയായി ജില്ലാ കമ്മിറ്റി നിർദ്ദേശിക്കുകയും അത് സംസ്ഥാന കമ്മിറ്റിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കേരള കോൺഗ്രസ്സിന് 10 സീറ്റുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. അതിൽ മലബാറിൽ ഏക സീറ്റാണ് തൃക്കരിപ്പൂരിൽ. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് വച്ചുമാറുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ ആലോചിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിലപാട്. നിലവിൽ കേരള കോൺഗ്രസ്സിന് തൃക്കരിപ്പൂർ മണ്ഡലം വേണമെന്ന് തന്നെ നിലപാടിലാണ് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ളത്. പക്ഷേ സംസ്ഥാന സമിതിക്ക് ഈ നിർദ്ദേശം അയച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നിലവിൽ ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫിനെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചുകൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞു. എന്തായാലും നിലവിൽ CPM-ൻ്റെ വർഷങ്ങളായിട്ടുള്ള കുത്തക സീറ്റാണ് തൃക്കരിപ്പൂരെങ്കിലും UDF കേരള കോൺഗ്രസ് വിഭാഗത്തിന് നൽകുന്ന ഒരു സീറ്റ് എന്ന നിലയിൽ തന്നെ അത് നിലനിർത്തണം എന്ന ആവശ്യമാണ് നിലവിലുള്ളത്. മാത്രവുമല്ല പല ആളുകളും കേരള കോൺഗ്രസ് നിലവിൽ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞതനുസരിച്ച് പല ആളുകളും ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ്സിന് സ്റ്റാറ്റസ് ക്വോ അനുസരിച്ച് ലഭിക്കേണ്ട സീറ്റാണ്. അതുകൊണ്ട് തന്നെ അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നം നിലവിൽ ഉദിക്കുന്നില്ല. മറ്റ് പ്രശ്നങ്ങൾ ഉപേക്ഷി ചർച്ചകൾ നടത്തട്ടെ, ആ ഘട്ടത്തിൽ മാത്രം പറയാം എന്നാണ് നിലപാട്. മാത്രമല്ല ജില്ലയിലെ പല കോൺഗ്രസ് നേതാക്കൾക്കും തൃക്കരിപ്പൂരിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യവുമുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ അനൗദ്യോഗികമായി ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ തൃക്കരിപ്പൂരിൽ മത്സരിക്കുന്ന ഒരു ചർച്ച ഉയരുന്നതിനിടയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഈ ജില്ലാ കമ്മിറ്റി ചേരുകയും ജില്ലാ അധ്യക്ഷനെ തന്നെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് അയക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വിജയാവകാശത്തിൻ്റെ അപ്പുറത്ത് സ്ഥാനാർത്ഥിത്വം തങ്ങൾക്ക് കിട്ടേണ്ട മണ്ഡലത്തിൻ്റെ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നയിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ സീറ്റ് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ വച്ചുമാറുന്ന തലത്തിൽ മറ്റെവിടെയെങ്കിലും കോൺഗ്രസ് സീറ്റ് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന ചർച്ച ഉയരുന്നുണ്ടെങ്കിലും മറ്റെവിടെ സംസ്ഥാനത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സീറ്റ് കൊടുക്കുമെന്ന ചർച്ചയുമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരം നടപടികളുമായി ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഹർഷൻ, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ കേരളത്തിൽ വേറെ എവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സീറ്റ് കൊടുക്കും എന്നുള്ള കാര്യം കാസർഗോഡ് ഇങ്ങോട്ട് വിട്ടു വന്നു കഴിയുമ്പോഴാണ് ആ ചോദ്യം ഉയരുക. കാരണം നിലവിൽ ജോസഫ് വിഭാഗത്തിൻ്റെ കൈവശമുള്ള സീറ്റുകൾ തിരികെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ആ കാര്യത്തിൽ ഏതാണ്ട് തത്വത്തിൽ ധാരണയുള്ളതായി നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു.